ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുട്ടി ഹാർട്ട് എടുത്ത് വയ്ക്കാം. താഴത്തെ പീസാണ് ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടുള്ളത്. അതായിരിക്കും ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത്. കാരണം അടിയിൽ നമ്മൾ ബേസ് അത്രയും സ്മൂത്ത് ആയതുകൊണ്ട് ഏറ്റവും മുകളിലത്തെ പൊസിഷനായിരിക്കും, അടിയത്തെ പൊസിഷനായിരിക്കും ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും മുകളിൽ വെച്ചു. എനിക്ക് ഇനി നമുക്കിത് കവർ ചെയ്തെടുക്കണം. അതിന് ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. കംപ്ലീറ്റ് റോസ് കളർ ഔട്ടർ കവറിങ് കൊടുക്കാം. അതിന് കുറച്ച് ജെല്ല് ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്ര വേണമെന്ന്. ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇതായിട്ടെടുക്കാം. ഗാർണിഷിങ് ആരംഭിക്കാം. ഗാർണിഷിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉപയോഗിക്കുന്നുണ്ട്. 2 ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ട് ഇത് സ്ട്രോബെറി കളർ ആയതുകൊണ്ട് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുകയും ചെയ്യും. അതുകൊണ്ട് 2 ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം. അനിലയുടെ ഒരു ലവ് ഹാർട്ട് ഡബിൾ ഡക്കർ കേക്ക്. 2 ഹാർട്ട്, 2 ഹാർട്ട്, ഒരു അമ്മ ഹാർട്ട്. ഒരു ഹാർട്ടല്ല, 2 ഉണ്ട്. ഓക്കെ, ഇതിന് ലെയർ ഉണ്ടോ ഇത് കൂടാണ്ട്? ലെയേഴ്സ് ഉണ്ട്. എത്ര? താഴെ 2 ലെയർ, മുകളിൽ 2 ലെയർ. ഓക്കെ, ഫില്ലിംഗ് എന്താണ്? ഫില്ലിങ്സ് ചെറി, വിപ്പിംഗ് ക്രീം ഉണ്ട്, പ്ലസ് ചെറി സിറപ്പ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലേവർ എന്ന് പറയുന്നത് ചെറി ഫ്ലേവർ. ഇനി ഇത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വെച്ചെല്ലാം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? ഏകദേശം കുഴപ്പമില്ല, കൺട്രോളിലാണ്, അണ്ടർ കൺട്രോൾ സിറ്റുവേഷൻ. കേക്ക് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. സന്തോഷമായി. ഈ ബാക്കി ഡെക്കറേഷൻ കൂടെ ഭംഗിയായാൽ സന്തോഷം. ഐ ആം ഹാപ്പി. ഇതിലും ചെറിയ വയ്ക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇതിൽ ചെറിയ മെയിനായിട്ട്. അപ്പോൾ മുകളിൽ എന്തായാലും ഓക്കെ. ചേച്ചിക്ക് ചെറിയ, എനിക്ക് ചെറിയ ഇഷ്ടമാണ്. താങ്ക് യു. നമ്മളെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനകത്ത് കോണിൽ ഞാൻ വിപ്പിംഗ് ക്രീം നിറച്ചിട്ടുണ്ട്. ഡാൻസ് കളിക്കാൻ പോയാ? എന്റർടൈൻമെന്റ്സ് ക്യാൻസൽ ഈ പ്രാവശ്യം ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല.
എത്രത്തോളം ഭംഗിയാക്കാവോ അത്രത്തോളം ഭംഗിയാക്കുക. അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെയും ലക്ഷ്യം. ഇനി ഇത് ഞാനൊരു ഷെയ്ഡഡ് എഫക്റ്റ് കൊടുക്കാൻ പോവാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ജെല്ലുണ്ട്. ജെല്ല് നമ്മളെ കോണിലേക്ക് സൈഡിലേക്ക് ജസ്റ്റ് ഒരു ലൈൻസ് രണ്ട് സൈഡിലേക്കും ഇതാ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലൈക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻ ടേക്ക് എ ബ്രഷ് ഓൾസോ. അങ്ങനെ ബ്രഷ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ജെൽ അതിലേക്ക് ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ഈ ചെറിയ ടോപ്പിങ്സും കൂടെ ചെയ്യണം, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ചെറി ഞാൻ എടുക്കുകയാണ് ഇതിന്ന്. അത് എൻ്റെ മുകളിലേക്ക് വെച്ചു. കുറേ ചെറീസ് ബാക്കിയിട്ട് ഈ ചെറിയൊക്കെ നമുക്ക് തിന്നല്ലേ. എന്തായാലും നമ്മുടെ കേക്ക് റെഡിയായി. ഞാൻ ഹാപ്പിയാണ്. കുഴപ്പമില്ല, ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളും ചേട്ടനും ഒക്കെ. കാരണം ഓരോ സജഷൻസ് പറയാറുണ്ട്, മോനാണെങ്കിലും മോളാണെങ്കിലും അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാം, എനിക്കതാണ് ഇഷ്ടം. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം കുഴപ്പമില്ലാതെ വന്നു. അതുകൊണ്ടാണ് ഇത്രയും എനിക്കൊന്ന് ഡെക്കറേഷനിൽ എന്തായാലും ഭംഗിയായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോള്, അവളാണ് എനിക്ക് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നത്. എന്തായാലും അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് കൂളായി കിട്ടാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം.